നടക്കുമെന്ന് ഏറെ പ്രതീക്ഷയോടെ കാത്തിരുന്ന ചില വിഷയങ്ങൾ, ഉപവാസത്തോടെ പ്രാർത്ഥനയോടെ എനിക്കത് വേണമെന്ന് ആഗ്രഹിച്ച ചില വിഷയങ്ങൾ നടക്കാതെ ഇരിക്കുമ്പോൾ, ഒട്ടും പ്രതീക്ഷിക്കാതിരിക്കുന്ന സമയത്ത് ആ വിഷയം അത്ഭുതത്തോടെ നിൻ്റെ കരങ്ങളിലേക്ക് എത്തിപ്പെടുമ്പോൾ ഒരു വലിയ അതിശയം തോന്നാറില്ല. ഇതെങ്ങനെ സംഭവിച്ചു? ഒരിക്കലും സാധ്യതയില്ല, സാഹചര്യമില്ല ഇത് സംഭവിക്കാൻ. പിന്നെ ഇതെങ്ങനെ നടന്നു? ദൈവത്തിൻ്റെ പ്രവൃത്തി പലപ്പോഴും അങ്ങനെയാണ് ദൈവമക്കളെ. ഞാൻ നിങ്ങളും ആഗ്രഹിക്കുന്ന ചില വിഷയങ്ങൾ നമുക്ക് താമസമെന്ന് തോന്നിയാലും നമ്മുടെ കരങ്ങളിലേക്ക് ദൈവം അത് എത്തിച്ചു തരിക തന്നെ ചെയ്യും. സക്കരിയാവിനോട് ദൈവത്തിൻ്റെ ദൂതൻ വന്ന് പറഞ്ഞു, സക്കരിയാവേ, നിനക്ക് ഒരു ആൺതലമുറ ജനിക്കാൻ പോവുകയാണ്. ദൂത് കേട്ട സക്കരിയാവ് ആദ്യം ഒന്ന് ഞെട്ടി. ഇതിന് എങ്ങനെ സംഭവിക്കും? ഒരു സാധ്യതയുമില്ല, ഒരു സാഹചര്യവുമില്ല അതിന്. ഞങ്ങളുടെ പ്രാർത്ഥനയൊക്കെ എന്നെ ഉപേക്ഷിച്ച് കളഞ്ഞതാ. പിന്നെ ഇതെങ്ങനെ സംഭവിക്കും? ഒരു അനുഗ്രഹിക്കപ്പെട്ട തലമുറയെ ദൈവം സക്കരിയാവിന് ദാനമായി ഒരു അനുഗ്രഹമായി കൊടുക്കാനിടയായി തീർന്നു. എന്നെ കേൾക്കുന്ന ദൈവപൈതലേ, ഈ സമയം നീ പലപ്പോഴായി പ്രാർത്ഥിച്ച് ഉപേക്ഷിച്ചതിൻ്റെ വിഷയം നീ മറന്നുപോയാലും ദൈവം അത് മറന്നു കളയുന്ന ദൈവമല്ല. നിൻ്റെ പ്രാർത്ഥനയ്ക്ക് കൃത്യതയോടെയുള്ള മറുപടിയുമായി കർത്താവ് നിനക്ക് വേണ്ടി കാത്തിരിപ്പുണ്ട്. അത് കൃത്യസമയത്ത് നിൻ്റെ കാര്യങ്ങളിൽ എത്തിച്ചേരുക തന്നെ ചെയ്യും.